ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബറോഡയിലാണ്. ഒരു പുതിയ യാത്രയിലാണ്. അതായത് ബറോഡയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ബറോഡയിൽ തന്നെയുള്ള വേറൊരു റെയിൽവേ സ്റ്റേഷനാണ്, പ്രതാപ് നഗർ എന്ന് പറയും. ബറോഡ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണിത്. ഇവിടുന്ന് ഛോട്ടാ ഉദയ്പൂരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഛോട്ടാ ഉദയ്പൂർ ഒരു ആദിവാസി മേഖലയാണ്. അവിടെ ഇന്ന് ശനിയാഴ്ച ഒരു ആദിവാസി മാർക്കറ്റ് ഉണ്ട്. ട്രൈബൽ പീപ്പിൾ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ ചാമ്പനീർ പാവാഗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാവ്. അപ്പോൾ ഞാൻ യാത്ര തുടങ്ങിയത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി ഏകദേശം 9 മണിക്കാണ് യാത്ര തുടങ്ങിയത് ജാംനഗറിൽ നിന്ന്. അപ്പോൾ ഒന്ന് രാവിലെ ഇവിടെ എത്തി, ബറോഡയിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രെയിന് പോകുന്നത്, ഇതാണ് ട്രെയിന്. അപ്പോൾ ഈ ട്രെയിന് പോകുന്നത് ഏകദേശം ഒരു 7:30ക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും, ഛോട്ടാ ഉദയ്പൂരിലെത്തും. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള ട്രൈബൽ മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. പ്രതാപ് നഗർ റെയിൽവേ സ്റ്റേഷന് ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പോഴും ഈ മീറ്റർ ഗേജ് ട്രെയിനുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് മീറ്റർ ഗേജ് ട്രെയിനുകളാണ്. അതായത് നമ്മൾ ട്രെയിനുകൾ സാധാരണഗതിയിൽ 3 തരം ട്രെയിൻ ഇതുണ്ട്. ട്രാക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 3 എണ്ണം ഉണ്ട്. നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ബ്രോഡ് ഗേജാണ്. പിന്നെ അത് കൂടാതെ മീറ്റർ ഗേജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെറിയ ട്രാക്ക് അത് മീറ്റർ ഗേജിൻ്റെ ട്രാക്കാണ്. ആ പഴയ ട്രെയിൻ, കേടുവന്ന് കിടക്കുന്ന ട്രെയിനൊക്കെ മീറ്റർ ഗേജിൻ്റെയാണ്. ഇപ്പോൾ മീറ്റർ ഗേജ് ട്രെയിനുകൾ ഇവിടെയൊക്കെ സർവീസ് ഉണ്ടോയെന്ന് അറിയില്ല. മുമ്പ് ഞാൻ പോയിരുന്നു, ഒരു രാജ്കോട്ടിൽ നിന്ന് ജുനാഗഡിലേക്കൊക്കെ മീറ്റർ ഗേജ് ട്രെയിനായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റർ ഗേജ് ട്രാക്കിൻ്റെ വലിപ്പം കണ്ട ചെറുതാണ്. ഇതൊക്കെയാണ് പഴയ മീറ്റർ ഗേജ് ട്രെയിനുകൾ. ഇപ്പോൾ ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. പഴയ ട്രെയിനാണ്. 2 സീറ്റ് അപ്പുറത്തും 2 സീറ്റ് ഇപ്പുറത്തും, അങ്ങനെയാണ് സിസ്റ്റം. ഈ ഛോട്ടാ ഉദയ്പൂർ മധ്യപ്രദേശ് ഗുജറാത്ത് ബോർഡറിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ഈ പ്രതാപ് നഗറിൽ നിന്ന് 4 ട്രെയിനുകളുണ്ട് ഡെയിലി. ഇത് അൺറിസർവ്ഡ് ട്രെയിനാണ്, എല്ലാം റിസർവ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് രാവിലത്തെ ആദ്യത്തെ ട്രെയിനാണ്, 7:30ക്കുള്ള ട്രെയിൻ. ഇവിടെയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല പച്ചപ്പ് കാണാനുണ്ട്. പക്ഷേ ജാംനഗറിലൊന്നും ഇത്ര മഴ കിട്ടിയിട്ടില്ല. ജാംനഗറിൽ മഴ എത്തിയിട്ട് തന്നെ ഇല്ല ഇതുവരെ. തുവാവി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊക്കെ ആദിവാസി മേഖലകളാണെന്ന് തോന്നുന്നു. ആദിവാസികളൊക്കെ കാണാനുണ്ട് ഇവിടെ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്, 25 രൂപയാണ് ടിക്കറ്റ്. സാധാരണ ട്രെയിൻ ആയതുകൊണ്ട് ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്. ദബോയി റെയിൽവേ സ്റ്റേഷനാണ്. കാണാൻ നല്ല രസമുണ്ട്, വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഛോട്ടാ ഉദയ്പൂർ എത്തി. ഇവിടെ ആദിവാസി ഹട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇവിടെ കാണുന്നതാണ് ഈ ആദിവാസി ഹട്ട്, ഈ പിന്നിലുള്ളതാണ്. അപ്പോൾ നല്ല രസമുള്ള യാത്ര ചെയ്യുന്ന ട്രെയിനിൽ. വലിയ തിരക്കൊന്നുമില്ല, നല്ല കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്രയായിരുന്നു.
પચાસ રૂપિયામાં 50 શિવા માટે મોટા માટે આવો શિવા ગમે એવા કાળો 50 રૂપિયા અંદર આવતો ഇവിടെ ഈ കൂടുതലുള്ളത് റെത്തുവ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാൻ പോകും. സേവ് കമ്പനി എന്ന് പറഞ്ഞൊരു ഫുഡാണിത്. ഇത് നമ്മളെ ഉപ്പുമാവ് പോലത്തെ ഒരു ഫുഡാണ്. പിന്നെ കുറച്ച് സേമിയ പോലത്തെ സാധനങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന പോലെയുള്ളൊരു മാർക്കറ്റല്ല ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇവിടെ കുറേ സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു കടയുണ്ട്. കൊപ്ര വെക്കുന്നുണ്ട്, തേങ്ങ, പലതരം മസാലകൾ. ആയി പോയി केरला से। हाँ हिंदी जानते हो? थोड़ा 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 आओ। केरला में ये मसाला चलता, ये पूरा चलता है। ये क्या है भाई? ये दक्कल फूल है। दक्कल फूल, दक्कल फूल, दक्कल फूल, पत्थर फूल का स्टोन फ्लावर। हाँ स्टोन फ्लावर. ഇത് നമ്മുടെ ഇതിന് ചോളത്തിൻ്റെ പൂവാണെന്നാണ് പറയുന്നത് ഈ കാണുന്നത്. പലതരം സ്പൈസസ് ഉണ്ട്. നമുക്കറിയാവുന്ന എല്ലാ തരം സ്പൈസസ് ഇവിടെ ഉണ്ട്. ये क्या है भाई? लोबान. ഓക്കെ. നമ്മളെ കുന്തിരിക്കാണ് ഈ സാധനം. ഇവിടെ അധികം പച്ചക്കറികളൊക്കെയാണ് വിൽക്കുന്നത്. അധിക സാധനങ്ങൾ നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാത്തത്. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ കാണിക്കാത്തത്.
ഇവിടെ തുണി കൊണ്ട് അടിച്ച കുറേ ബാഗുകൾ വിൽക്കുന്നുണ്ട്. ട്രൈബൽ പീപ്പിൾസ് ഉണ്ടാക്കിയിട്ടാണ് വിൽക്കുന്നതാണ്. फोन नंबर नहीं है तो पूछ ले। ഇവിടെ ഈ വിൽക്കാനിരിക്കുന്ന അധിക ആളുകളും ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. റത്തുവ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, റത്തുവ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്താണ് അങ്ങനെ ആദിവാസികളുടെ ട്രൈബൽ ഐറ്റംസ് ഒക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇതൊക്കെ കൃഷി ആയുധങ്ങളാണ്. അരിവാള്, ഉളി, അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ. ഇവിടെ ചട്ടികളൊക്കെ വിൽക്കുന്നുണ്ട്. ചട്ടിൻ്റെ ഉൾഭാഗം കറുത്ത പെയിന്റ് അടിച്ചിട്ട് ഇവിടെ പുല്ലാങ്കുഴല് വിളിക്കുന്ന ഒരാളുണ്ട്. പുള്ളി എനിക്ക് വേണ്ടിയിട്ട് പലതരം പുല്ലാങ്കുഴലുണ്ട്. ഇത് ചെറുത്, സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു മോഡലല്ല. പിന്നെ ഇതാണ് ഇപ്പോൾ പുള്ളി നമുക്ക് വായിച്ചു തന്നത്. നല്ല രസമുണ്ട്, വലുത്. പിന്നെ ചെറുതുണ്ട്. 150 രൂപയാണ് ഈ വലുത്. ചോട്ടാ 20 रुपया ना. शुक्रिया भाई. ഏതായാലും ഇത് നല്ലൊരു അനുഭവമായിരുന്നു. അവർ ആദിവാസികൾ ഉണ്ടാക്കിയിട്ടുള്ള പുല്ലാങ്കുഴലാണത്. അപ്പോൾ അവർ എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് അവരത് വായിച്ച് കാണിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി ഒരു കാഴ്ച ഉണ്ട്. भैया मैं वीडियो बनाते कोई बात नहीं ना. ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ചയുണ്ട്. ആപ് ജാത്ത ഇത് കണ്ട അമ്പാണിത്. അമ്പ് വെക്കുന്ന കട. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അമ്പ് വെക്കുന്ന കട. പക്ഷെ ഈ അമ്പിന്റെ മുന ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. മുന അവിടെ വേറെ വെക്കുന്നുണ്ട്.
ഇതാണ് അമ്പിൻ്റെ മുന. ഇത് ചെറുത്, ഇത് വലിയ അമ്പ്. ഇപ്പോഴാണ് ഇവിടെ വന്ന പൈസ മുതലായത്. ഞാൻ വിചാരിച്ചു ഒന്നും കാണാനുണ്ടാവില്ല എന്ന് വിചാരിച്ച്. ഈ അമ്പുകൾ മുന ഫിറ്റ് ചെയ്തതാണ്. ഇപ്പോഴും ഇങ്ങനെ അമ്പൊക്കെ വിൽക്കുന്ന കട ശരിക്കും ഒരു സംഭവം തന്നെ അല്ലേ, അമ്പ് വിൽക്കുന്ന കടകൾ. ഇത് വലിയ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇവിടെ ഈ അമ്മിക്കല്ലുകൾ വിൽക്കുന്നുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന കാഴ്ചയാണ്, ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഭയ്യ ये क्या है? ഇതെന്താണ് സാധനം? നമ്മളെ ഒരലാണെന്ന് തോന്നുന്നത്, പക്ഷെ എനിക്ക് അത്ര പിടുത്തം കിട്ടിയില്ല. ഇത് രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ ചമ്മന്തി അരയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ മസാല പൊടിക്കാൻ. അത്ര ഫിനിഷിങ് ആയിട്ടില്ല ഉണ്ടാക്കിയത്, ശരിയാവില്ല. ओके बाय, शुक्रिया शुक्रिया दीदी। दीदी मैं केरला से आया देखने के लिए। आपका नाम? लक्ष्मीरा। इधर से आसपास है? हाँ। ഇവിടെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അമ്പ് വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഒന്നല്ല കണ്ടത്. ഇവിടെയൊക്കെ തന്നെയാണ് കച്ചവടം. ഇവിടെ ഈ ഇരുമ്പ് പണിയാണ്. ഈ കത്തി അതൊക്കെ മൂർച്ച കൂട്ടുന്ന പണിയായുധങ്ങൾ, കാർഷിക ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. ओके भाई, शुक्रिया। ഇവിടം വരെയാണ് അപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. പോകുന്ന വഴിക്ക് എന്തായാലും കാഴ്ചകൾ കൂടി ഉണ്ടാവും വിചാരിച്ചു. ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചെക്കൻ എന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ്. അവൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവന് ഭയങ്കര ഇത് എക്സൈറ്റ്മെൻറ്റ് ഇത് കണ്ടപ്പോൾ, ക്യാമറ കണ്ടപ്പോൾ. आपका नाम? ശ്യാം. ഇവര് പാത്രങ്ങളും ഇതൊക്കെ വിൽക്കുന്ന കടയാണ്. ആ ചേച്ചീനെ കണ്ടില്ല? ചേച്ചി പലതരം വളകളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കയ്യിലും കാലിലും മുട്ടുവരെയൊക്കെയുള്ള വളകളൊക്കെ ഇട്ടിട്ടുണ്ട്. ബായ്. ഹായ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെയുള്ള ചിലർക്കൊക്കെ മടിയുണ്ടാവുന്നതാണ്. പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത് നിലം മുഴാനുള്ള സാധനങ്ങളാണ്. പിന്നെ അരിവാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മുളകിന്റെ ബജിയാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ.
नाम क्या है ഇതിന്? കേപ്ലെ. എന്താണ് സാധനം എനിക്ക് മനസ്സിലായില്ല. അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ഉരുള ഉരുട്ടി വെച്ചിട്ട് പിന്നെ അതിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് ഇവിടെ. ആ ഇവിടെ ഈ കൊട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ബാസ്ക്കറ്റ്. ഈ വഴിക്ക് ഇങ്ങനെ കുറേ അവരുടെ ആദിവാസികളുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. മുറം, ഇവിടെ അതുപോലെ കുറേ മുറം, കൊട്ടകൾ, ചൂല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളത് ട്രൈബൽ പീപ്പിൾസിൻ്റെ ഉണ്ട്. ഓക്കെ ദീദി, ശുക്രിയ. ഇതിന് വീഡിയോ ബനാൻ ഇവിടെ വലിയ കൊട്ടകളാണ്. ബീഡി വാല. ഇത് ബീഡി തെറുക്കുന്ന ഇലയാണ്. ഇവിടെ ഇങ്ങനെ കെട്ടാക്കി വെക്കുന്നുണ്ട്. ഓക്കെ ബൈ, ശുക്രിയ. ഇവിടുത്തെ ഇപ്പോൾ സംഭവം എന്താ അറിയാം, മാർക്കറ്റൊക്കെ പഴയ മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഈ ആദിവാസികൾ പഴയ ആദിവാസികളല്ല, ഒക്കെ കുറേ പരിഷ്കരിച്ചു പോയി. സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആദിവാസികളുടേതായിട്ടുള്ളൂ. പക്ഷെ വിൽക്കുന്ന ആൾക്കാർ അധികം ആദിവാസികളാണ്. പിന്നെ അവർ പച്ചക്കറികൾ ഒരുപാട് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വാങ്ങാൻ വരുന്നവരും ഒരുപാട് ഭൂരിപക്ഷം ആദിവാസികൾ തന്നെയാണ്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ആദിവാസി പ്രൊഡക്റ്റ് ഇവിടെ വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി മുഴുവൻ സാധാരണ മാർക്കറ്റുകളിലുള്ള കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു ട്രൈബൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രൈബൽ മ്യൂസിയം തേടി വന്നതാണ്. പക്ഷേ ബാഡ് ലക്ക്, ഇത് പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വെനസ്ഡേ ഹോളിഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ ഈ ദിവസങ്ങളിൽ ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തിരിച്ചു പോകാം. ഇതാണ് മ്യൂസിയം. ₹1 ആകെ എൻട്രൻസ് ഫീ. പിന്നെ ഫോറിനേഴ്സിന് ₹50, കൺസെഷൻ റേറ്റ്. മ്യൂസിയം ക്ലോസ്ഡ് ഓൺ വെനസ്ഡേസ്, പബ്ലിക് ഹോളിഡേ. നമ്മൾ ഈ മ്യൂസിയത്തിൽ പോയപ്പോൾ മ്യൂസിയം അടച്ചിരുന്ന് വീഡിയോ. നമ്മൾ മ്യൂസിയത്തിൽ പോയ സമയത്ത് മ്യൂസിയം അടച്ചിരുന്ന്. അപ്പോൾ ഇത് പപ്പുബായി भाई मुझे नहीं मालूम आपको आर्टिफिशियल बस भाई मुझे नहीं मालूम कोई बात इसमें क्या हो गया. നമ്മൾ ഓട്ടോറിക്ഷക്കാരനെ പരിചയപ്പെട്ടില്ലേ, പുള്ളിയാണ് പപ്പുബായി. പുള്ളി ഇവിടെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അതായത് ഇവിടെ ഒരു പുഴയുണ്ട്. അപ്പോൾ ഈ പുഴ കടന്നിട്ട് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ദർഗയും ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ഒരു മലൻ്റെ മുകളിൽ. അപ്പോൾ ഇതൊന്നും നമ്മൾ ലിസ്റ്റ്പ്പെടാത്ത സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ ആരും ഇല്ല, ചോദിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ല. അപ്പോൾ അതൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്.